ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സന്ധ്യ. ഞാൻ വരണത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 14/10/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തെ കരുതിയായിരുന്നു. ഒരു 10 വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്ക് അമ്മ മാതാവിനും ഈശോയുടെയും ഒരു കാരണം കൊണ്ട് എനിക്ക് അന്ന് തന്നെ അത് മാറിക്കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി അറിയിക്കുന്നു. ഇപ്പം എൻ്റെ കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞുള്ളൊരു ജീവിതമാണ് എനിക്കും എൻ്റെ മക്കൾക്കും ഉള്ളത്. അതിന് ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഇനി എൻ്റെ അടുത്ത രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് കോവിഡ് വന്നായിരുന്നു. കൊറോണ സമയത്ത് എനിക്ക് കോവിഡ് വന്നതിന് ശേഷമായിരുന്നു എനിക്ക് ജലദോഷവും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ പല ചികിത്സകളും നടത്തി. രാവിലെ എണീക്കുമ്പോൾ ഞാൻ തുമ്മലോട് കൂടിയാണ് എണീച്ചത്. എനിക്ക് ഒരു സ്ഥലത്തും പോകാനോ ഒന്നിനും എനിക്ക് കഴിയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ രണ്ടാമത്തല്ല എൻ്റെ അവസാനത്തെ നിയോഗമായിട്ട് അത് എഴുതിയിട്ടു. എനിക്ക് അതിന് പൂർണ്ണമായിട്ട് അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചതിൽ കൂടെ എനിക്കത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പം എനിക്ക് ഒരു സ്ഥലത്ത് പോകണേനാ ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എൻ്റെ അടുത്ത മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം എൻ്റെ 2 മൂക്കിലും ദശ വളരുന്നുണ്ടായിരുന്നു. അതിന് എനിക്ക് സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ സർജറി ചെയ്യാൻ പോയില്ല. ഞാൻ അതെൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും വിട്ടുകൊടുത്തു. പിന്നെ അമ്മമാവിൻ്റെ വിശുദ്ധ തൈലവും തേനും ഉപ്പും ഉപയോഗിച്ച് എനിക്കപ്പോൾ അത് പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് സർജറി ചെയ്യേണ്ട, എനിക്കതിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും എനിക്ക് ഒരുപാട് ഏത് കാര്യത്തിനും ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ എൻ്റെ അമ്മ മാതാവും ഈശോയും വരും. അത് ഏത് കാര്യത്തിനായിരുന്നു, പൈസയ്ക്കായിരുന്നാലും എനിക്ക് എന്തൊരു മക്കൾക്കായിരുന്നാലും ആരൊക്കെ ആയിരുന്നാലും എൻ്റെ കുടുംബത്തിനൊരു സംരക്ഷണമായിട്ട് എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതുപോലെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം, ഇവിടെ നിന്ന് ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് ആദ്യം എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ പത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ ഓരോരുത്തരും പറഞ്ഞാണ് ഞാൻ ഓരോരുത്തരുടെ കയ്യിലും വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് ഞാൻ അത് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ജോലിയെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഒരു തടി വണ്ടിയിലെ ഡ്രൈവറാണ്. കാരണം ഇപ്പം എനിക്ക് മറ്റേതാണെങ്കിൽ ഞാൻ എപ്പോഴും വിളിക്കും. കാരണം വീട്ടിൽ എപ്പോഴും എത്തണം, യാതൊരവസ്ഥയിലാണ് എത്തണമെന്നും എനിക്ക് പറയാൻ പറ്റൂല. ഇപ്പം എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം പോയി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എനിക്ക് ഇടയ്ക്ക് വിളിക്കേണ്ട. കാരണം ഞാൻ അത് വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അമ്മ മാതാവിന് സഞ്ചാരി മാതാവെ കൂടെ ചെന്നേക്കണേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതെൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, എൻ്റെ ജോലിയെന്ന് വെച്ചാൽ ഞാൻ തൊഴിലുറപ്പിനാണ് പോകണത്. എൻ്റെ മോൻ 10 പഠിക്കണം, മോൾ 5 പഠിക്കണം, ഇപ്പം 10ലാണ്. അപ്പോൾ മോൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഇടത്തെ ഉടമ്പതി പുതുക്കുമ്പോഴത്തേക്ക് മോൻ്റെ ഇതിനായിട്ട് മോൻ വന്നിട്ടുണ്ട്. എൻ്റെ മോൾക്ക് പനി ആയതുകൊണ്ട് അവർ വെളിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചെയ്യണ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഇപ്പം എനിക്ക് ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മളെ രണ്ടോരെ കയ്യിലും ആരെന്തൊരു കാര്യത്തിനൊന്ന് ചോദിച്ചാലും ഇപ്പം 10 രൂപ ആയിരുന്നാലും ഉള്ളത് ഇപ്പം എത്രയാവട്ടെ നമ്മളെ കയ്യിൽ ഉള്ള പൈസ കൊടുത്ത് നമ്മൾ ഒരാൾക്ക് സഹായിക്കും. അത് ഇതിന് മുമ്പേ അങ്ങനെ തന്നെ. ഇപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇത്തുകൂടെ അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഏത് കാര്യത്തിനായിരുന്നാലും ഞാൻ എൻ്റെ അമ്മ മാതാവിനെയും ഈശോയിനെയും ആണ് ഞാൻ ആശ്രയിക്കുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൾ ഇപ്പം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം എൻ്റെ ചേച്ചിയുടെ മോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുടുംബം മൊത്തം ഇന്ന് ഈ അൾത്താരയിലുണ്ട്. അപ്പോൾ എൻ്റെ മോൾ അവൾ 2ാമത്തെ പ്രാവശ്യം ഇനി ഇപ്പോൾ ഉടമ്പടി പുതുക്കണത്. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സന്ധ്യ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ വിവിധ ജീവിത വിഷയങ്ങളെ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിനോട് ലഭിച്ച ഉടനടി അനുഗ്രഹങ്ങളെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക. മകൾ പറയുന്നുണ്ട്, 10 വർഷത്തിലേറെയായി ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന മദ്യപാനശീലം അത് മാറുന്നതിന് വേണ്ടിയാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ എത്തിയത്.
ഉടമ്പടി എടുത്ത ദിവസം അമ്മയുടെ കരങ്ങളിൽ ആ നിയോഗം കണ്ണീരോടും വലിയ ആഗ്രഹത്തോടും കൂടി എഴുതി സമർപ്പിച്ച ദിവസം ജീവിത പങ്കാളി മദ്യപാനം നിർത്തി. ഇക്കഴിഞ്ഞ 3 വർഷമായി പിന്നീട് ഒരിക്കലും മദ്യപാനത്തിലേക്ക് സഹോദരൻ പോയിട്ടില്ല. അതിൻ്റെ വലിയ സന്തോഷവും അതിൻ്റെ വലിയ നന്ദിയുള്ള കണ്ണീരുമാണ് അമ്മയുടെ കരങ്ങളിലേക്ക് മകളെ സമർപ്പിക്കുന്നത്. നമ്മളെപ്പോഴും പറയും ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന്. ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചോ, തൈലം പൂശി പ്രാർത്ഥിച്ചോ, എന്താ ചെയ്തേ? അപ്പോൾ സഹോദരി പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ അരികിൽ എഴുതിയിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എഴുതിയിട്ട് വീട്ടിൽ ചെന്നതിന് ശേഷം ഇന്ന് വരെ സഹോദരൻ പിന്നീട് മദ്യപിക്കണമെന്ന് തോന്നിയിട്ട് പോലുമില്ല. ആ രീതികളിലേക്കൊന്നും പോകില്ല. അതാണ് അവസാനം സഹോദരി പറയുന്നത്, സഞ്ചാരി മാതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ച് ഞാൻ ജോലിക്ക് വേണ്ടി വിടും. അമ്മ മാതാവ് പൊന്നുപോലെ സുരക്ഷിതമായി എൻ്റെ വീടിനകത്തേക്ക് തിരികെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് തരും. ഇതൊരു വിശ്വാസമാണ്. എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഏതൊരു പദ്ധതിയും അത് അമ്മ മാതാവ് ഏറ്റെടുക്കുകയും ഈശോ അനുഗ്രഹിക്കുകയും ജീവിതത്തിന് കോട്ടമില്ലാതെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ട് എപ്പോഴും മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. അതോടൊപ്പം മൂക്കിൽ ദശ വളരുകയും ഓപ്പറേഷൻ വേണമെന്നും ഒത്തിരി ചികിത്സ വേണമെന്നും ഡോക്ടർമാർ പറയുമ്പോഴും അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് കുരിശടയാളം വരച്ച് കത്തിവെക്കാതെ ഇത് സുഖപ്പെടണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, എങ്ങനെ അത് ദശ ചുരുങ്ങിപ്പോയെന്നോ ഇല്ലാതായെന്നോ എനിക്കറിയില്ല. അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു, കുരിശടയാളം വരച്ച് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. യാതൊരു ഓപ്പറേഷനും യാതൊരു മറ്റ് ചികിത്സയും ഇല്ലാതെ, ഒരു മരുന്ന് പോലും കഴിക്കാതെ ആ രോഗത്തിൽ നിന്ന് മകൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിത വിഷയങ്ങളെ അമ്മ മാതാവ് ഏറ്റെടുക്കുകയും നമ്മുടെ കുറവുകളും പരിമിതികളും നോക്കാതെ അമ്മ നമുക്ക് വേണ്ടി അനുഗ്രഹം അനുവദിച്ച് തരികയും ചെയ്യും. ഈശോയിൽ നിന്ന് നമുക്കൊരു ഉടമ്പടി പ്രകാരം ഒരു നിയോഗം അനുഗ്രഹമാകുമ്പോൾ സ്വീകരിക്കുന്നവരുടെ ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. കാരണം നമുക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഗ്രഹം കിട്ടിയാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ജീവിതത്തെ വിശുദ്ധിയോടുകൂടി നിത്യത വരെയും നയിക്കുവാനുള്ള നല്ല തീരുമാനമെടുത്ത് പരിശ്രമിക്കുക എന്നത്. ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ഉടമ്പടി നിർത്തുകയല്ല, ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അമ്മ മാതാവിനെ ഉപേക്ഷിക്കുകയല്ല, ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ഇപ്പോൾ ജീവിക്കുന്ന വിശുദ്ധമായ നല്ല ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് മാറുകയല്ല, മറിച്ച് കൂടുതൽ തീഷ്ണതയോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് കൂടുതൽ സഞ്ചരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് ഉടമ്പടി നമ്മൾ 33 മാസം കൊണ്ടോ 90 ദിവസം കൊണ്ടോ അവസാനിപ്പിക്കുന്നതല്ല. അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ എനിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലെത്തിക്കുന്നത് വരെയും ഞാൻ ജീവിച്ച് മുന്നേറേണ്ട തീർത്ഥാടന പദ്ധതിയാണെന്ന് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന സഹോദരങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണമേ, ഇതൊരു ഉത്തരവാദിത്തമാണ്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ, സ്വർഗം സ്വന്തമാകുന്നത് വരെയും അമ്മ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച സഹോദരന് ഈ ദുശീലത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതലും ഈ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യത്തിനും ഇവർക്ക് ലഭിച്ച ക്രൈസ്തവ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.